ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ RRBയുടെ ALP എക്സാം, RRBയുടെ JEE എക്സാം, അതേപോലെ തന്നെ RRBയുടെ ടെക്നീഷ്യൻ എക്സാം ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ RRB, ALP, JEE, ടെക്നീഷ്യൻ ഇതുമായി ബന്ധപ്പെട്ട എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പുതുതായിട്ടൊരു അപ്ഡേറ്റ് വന്ന സമയത്ത് കുറേ ഉദ്യോഗാർത്ഥികൾ കൺഫ്യൂസ്ഡ് ആയി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് RRBയുടെ ഒരു പുതിയ നോട്ടീസായിട്ട് വന്നിരിക്കുകയാണ്. RRBയുടെ എക്സാമിന് അപ്ലൈ ചെയ്ത ആളുകൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ നോട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നോട്ടീസ് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ഈ നോട്ടീസിൽ വന്നിരിക്കുന്നത്. അതായത് അറ്റൻഷൻ ടു അപ്ലിക്കൻസ് ഓർ കാൻഡിഡേറ്റ്സ് of CN to be issued in 2024 with regard to ആധാർ വെരിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനെ നോട്ടീസ് കാണുന്ന സമയത്ത് എല്ലാവർക്കും എന്താണ്, ഓൾറെഡി അപ്ലൈ ചെയ്ത ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു എന്താ പറയുക, ഒന്ന് പാനിക് ആവുക എന്ന് പറയലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല, അങ്ങനെ കുറേ ടെൻഷൻ വരും. ശരിക്കും ആക്ച്വലി നമ്മൾ അപ്ലിക്കേഷൻ ടൈമിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആധാർ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്കറിയാം, അതായത് നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് അവിടെ ഉണ്ടായിരുന്നു അപ്ലിക്കേഷനിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അല്ലേ? സോ അത് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്ത ആളുകളാണ്. എന്നാൽ ആധാർ വെരിഫിക്കേഷൻ ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. Applicants or candidates are advised to authenticate their identification through Aadhaar verification when applying for various central employment notice issued by RRB. Submitting RRB application through Aadhaar verification mode will facilitate smooth entry to examination centers and streamline the post-exam process എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എക്സാം സെൻറ്ററിലേക്കുള്ള എൻട്രിയും അതേപോലെ തന്നെ എക്സാമിന് ശേഷമുള്ള ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ബാക്കിയുള്ള പ്രോസസ്സ് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല ആധാർ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സ്മൂത്ത് ആയിട്ടുള്ള എൻട്രി, അതേപോലെ തന്നെ ആ ഒരു പ്രോസസ്സ് സ്മൂത്ത് ആവാൻ ആധാർ വെരിഫിക്കേഷൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then, applicant or candidate who have already submitted their application for CN issued by RRB during 2024 using documents other than ആധാർ ഉപയോഗിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്ത ആളുകളുണ്ടാവും. ഡ്രൈവിംഗ് ലൈസൻസ്, അതേപോലെ തന്നെ പാസ്പോർട്ട്, പാൻ, വോട്ടർ ID എക്സെട്ര ക്യാൻ കംപ്ലീറ്റ് ആധാർ വെരിഫിക്കേഷൻ ബൈ ലോഗിങ് വിത്ത് ദെയർ യൂസർ ക്രെഡൻഷ്യൽ അറ്റ് rrbapply.gov.in. അതായത് ഇപ്പം നിങ്ങൾ ഓൾറെഡി ആധാർ വെരിഫിക്കേഷൻ ചെയ്യാത്ത ആളുകളാണ്, അതായത് നിങ്ങൾ വേറെ ഡോക്യുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഇത് വെരിഫൈ ചെയ്യാനുള്ള അവസരമാണ് RRB ഒരുക്കുന്നത്. rrbapply.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ക്രെഡൻഷ്യൽ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെരിഫിക്കേഷൻ ഒന്നുകൂടി ചെയ്യാവുന്നതാണ്. സോ ദിസ് ആധാർ വെരിഫിക്കേഷൻ ഈസ് എ വൺ ടൈം എക്സസൈസ് ആൻഡ് വിൽ ബി ഓട്ടോമാറ്റിക്കലി വാലിഡ് ഫോർ ഓൾ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജോബ് നോട്ടിഫിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. RRB വിൽ നോട്ട് സേവ് ഷെയർ ആധാർ ഡീറ്റെയിൽസ് വിത്ത് എനി അതർ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കാൻഡിഡേറ്റ് അഡ്വൈസ് റെഫർ ഓൺലി ദ വെബ്സൈറ്റ് ഓഫ് RRB ഫോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് RRBയുടെ വെബ്സൈറ്റിലൂടെ തന്നെ നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ നോട്ടീസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളതല്ല. ഓൾറെഡി നിങ്ങൾ RRBയുടെ ആപ്ലിക്കേഷൻ ടൈമിൽ ആധാർ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നോട്ടീസ് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്തേക്കുക. ഇനി അതല്ല, RRBയുടെ ആപ്ലിക്കേഷൻ ടൈമിൽ ആധാർ വെരിഫിക്കേഷൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു സജഷനാണ്, അതായത് ഇത് മസ്റ്റാണ് എന്നുള്ള രീതിയിലല്ല പറയുന്നത്, ഒരു സജഷനാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ എക്സാം സെൻറ്ററിലേക്കുള്ള എൻട്രി, ഇപ്പം നിങ്ങൾക്കറിയാം ബയോമെട്രിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ആ എക്സാം സെൻറ്ററിലേക്കുള്ള എൻട്രിയും അതേപോലെ തന്നെ പോസ്റ്റ് എക്സാം പ്രോസസ്സുകളും ഈസി ആയിരിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രമാണ് ഈ നോട്ടീസിലുള്ളത്. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. സോ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് RRBയുടെ ഏത് എക്സാം ആയിക്കോട്ടെ, ALP ആയിക്കോട്ടെ, അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3, ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് എല്ലാം ഉള്ള കോഴ്സസ് എൻട്രിയിൽ അവൈലബിൾ ആണ്. കോഴ്സസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ഇതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.